അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇസ്റാ മിഅ്റാജ് യാത്ര നടത്തിയതായി നമുക്കെല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ധാരാളം നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാവുന്നൊരു വാസ്തവമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിൻ്റെ രാത്രിയിൽ അർശ് കണ്ടിട്ടുണ്ടല്ലോ. ആ അർശിൽ ഒരു വെള്ള പ്രകാശം കൊണ്ട് ഒരു പച്ചവാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും ആ പച്ചവാടിൽ വെള്ള പ്രകാശം കൊണ്ട് ഈ ഒരു വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി അബൂബക്കർ വസിദ്ദീഖ് ഉമർ ബിൻ ഫാറൂഖ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മുത്തുനബിയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തുനബിക്ക് ശേഷം പിന്നെ ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. മുത്തുനബി കഴിഞ്ഞാൽ പിന്നെ ഖലീഫയാവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതുപോലെ അതിന് ശേഷം ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇന്ന് പല ഷിയാക്കളാണ് പറഞ്ഞു വരുത്തുന്നത് മുത്തുനബിക്ക് ശേഷം ഏറ്റവും പവിത്രമായ ആൾ അത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു ചരിത്രത്തിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മുത്തുനബിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഫാറൂഖ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു മോശക്കാരനായതുകൊണ്ടല്ല, മറിച്ച് അല്ലാഹു തആല മുമ്പേ തന്നെ കണക്കൂട്ടി വെച്ച അത്രത്തോളം, കാരണം മുത്തുനബിയെ അത്രത്തോളം സ്നേഹിച്ച മുത്തുനബിയുടെ എന്താ പറയുക കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏത് സമയത്തും മുത്തുനബിയുമായി സാമീപ്യമുള്ള, മുത്തുനബിയെ പോലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ ചോദിച്ചില്ലേ, ഇന്ന് ആരാ നോമ്പ് നോറ്റത്, ആരാണ് പാവങ്ങളെ സഹായിച്ചത്, ആരാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം മുമ്പന്തിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്, ഇന്നൊരു നോമ്പ് നോക്കേണ്ട ദിവസമല്ല, എന്നിട്ട് പോലും ധാരാളം സുഹൃതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് അത്രത്തോളം ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിലൂടെ മുത്തുനബിയുടെ മഹത്വം മനസ്സിലാകുന്നുണ്ട്. മുത്തുനബിക്ക് ശേഷം